ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഹിറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അതിൽ കാണാം ഗൈസ്. പിന്നെ ലൈക്കും കൂടി ഒന്ന് ഹിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്കൊരു സാധനം എടുക്കാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ഗുഡ്സ് അതും കൂടി പിക്ക് ചെയ്ത് നമുക്കൊരു സാധനം ചെയ്യാറുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യം ട്രെയിനിലേക്ക് പോകാം ഗൈസ്. എൻ്റെ കൂട്ടുകാരിപ്പോൾ വീട്ടിലില്ല. അവൻ റെയിൽവേ സ്ഥലത്ത് പോയിരിക്കുകയാണ്. അവൻ വീടിൻ്റെ താക്കോലൊക്കെ നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ആദ്യം കടക്കും. അവൻ്റെ ബെഡ്റൂമിലാണ് സാധനം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം അവൻ്റെ ബെഡ്റൂമിലോട്ട് പോകാം. വീടെത്തി നമുക്കിവിടെ വണ്ടി വന്നിട്ട് ഇറങ്ങാം. ഹൈടെക് വീടാണ്. ഗേറ്റൊക്കെ തനിയെ തുറന്നോളൂ. നമ്മളെ വീട്ടിൽ ഗേറ്റ് പോലും ഇല്ല ഗൈസ്. ആദ്യം നമുക്ക് വീടൊക്കെ തുറന്ന് തന്നെയാണ് കിടക്കുന്നത് ഗൈസ്. എൻ്റെ ബെഡ്റൂം ഉയരെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഉയരപ്പം പടിയൊക്കെ കൊള്ളാം ഗൈസ്. പക്ഷെ വീണ നന്നായിരിക്കും. കയറാൻ പറ്റുന്നില്ല ഗൈസ്. ചാടിക്കാം. ഓ ഗൈസ്, നൈസ്. ഒന്നും പറ്റിയില്ല ഗൈസ്. മേശയ്ക്കാണ് അകത്താണെന്ന് തോന്നുന്നു. നമുക്ക് തുറക്കാം ഗൈസ്. നമ്മൾ സാധനം എടുത്തു. ഇനി നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അവിടെ നിന്ന് സാധനം കൂടി പിക്ക് ചെയ്താൽ നമ്മളെ ഇൻഗ്രീഡിയൻസ് റെഡി. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ സ്പെഷ്യൽ സർപ്രൈസ് ചെയ്യാം ഗൈസ്. ഇത്രയ്ക്ക് പാടൊന്നുമില്ല. ഇതിന് ഒരു ഷോർട്ട് കട്ടും ഉണ്ട്. എന്നാലും ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ലോങ് കട്ട് എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഷോർട്ട് കട്ട് വഴി ആ സർപ്രൈസ് നിങ്ങൾക്ക് അറിയാം. ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർക്കും അതറിയാമായിരിക്കും. എന്നാലും നമ്മൾ അത് ചെയ്യും ഗൈസ്. ഈ കാറിൽ പോയൊന്നും നിർത്തൂല. അതുകൊണ്ട് നമുക്ക് പുതിയ കാർ വിളിക്കാം. നമ്മൾ കൂട്ടുകാരൻ കാർ എത്തിച്ചു ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ എത്തി. നമുക്ക് അങ്ങോട്ട് പോകാം. ട്രെയിന് ലേറ്റാണല്ലോ. ട്രെയിനിനെ കാണുന്നില്ല. നമ്മൾ നേരത്തെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഈ സമയത്ത് 2 ട്രെയിനുണ്ട്. പാസഞ്ചർ ട്രെയിനുണ്ട്, ഗുഡ്സ് ട്രെയിനുണ്ട്. ആദ്യം ഏത് വരുന്നു? നമുക്ക് ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ് സാധനം വാങ്ങിക്കണം. ആ ഗൈസ്, ഗുഡ്സ് ട്രെയിൻ തന്നെ ഗൈസ്. അത് വരുന്നില്ല ഗൈസ്. അവിടെ നിന്നു ഗൈസ്. ഗൈസ് ബാക്കിലോട്ട് പോകും ഗൈസ്. ഒന്നും കേൾക്കുന്നില്ല ഗൈസ്. ഗൈസ്, എൻജിൻ സ്റ്റോപ്പായെന്ന് തോന്നുന്നു ഗൈസ്. ഹോൺ സൗണ്ടും കേൾക്കുന്നില്ല ഗൈസ്. വണ്ടി അനങ്ങുന്നില്ല. നമുക്ക് അങ്ങ് പോയി സാധനം എടുക്കേണ്ടി വരും. ട്രെയിനിന് എന്തോ പറ്റി ഗൈസ്. നമുക്കിനി അങ്ങ് പോവാം. അതാണ് നല്ലത്. നടന്നാൽ ഇന്നങ്ങ് എത്തില്ല. നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം ഗൈസ്. ഞാൻ മണ്ട അവിടെ നിന്ന് ഉയരെ കയറിയിരുന്നെങ്കിൽ കറങ്ങി വന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് പെട്ടെന്ന് തന്നെ ആ സാധനം എടുക്കണം. ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയായിരിക്കും. ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. വീഡിയോയുടെ ലാസ്റ്റ് വരെ ഞാൻ എങ്ങനെ എടുക്കുമെന്നും പറഞ്ഞു തരും.
സ്കിപ്പ് ചെയ്ത് അത് കണ്ടോ ഗൈസ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരിക്കും, അതുകൊണ്ടാണ് ഗൈസ് നമ്മളിതാ പോകുന്നു. ഗൈസ് അവിടെ എൻട്രൻസ് ഇല്ല, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മൾ സാധനം എടുത്തു, ഇനി നമുക്ക് ഇറങ്ങാം. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി നമ്മളെ കുറച്ച് ഇലക്ട്രിക് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ നമുക്കൊരു സ്യൂട്ട് റെഡിയാക്കാം. വണ്ടി സൈഡിൽ വെച്ചിട്ട് പോകാം. പെടുന്നേ ഓടിക്കോ. ഗൈസ് നമ്മുടെ പരിപാടി ഇനി ഇവിടെ തുടങ്ങിയാണ്, അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സ്യൂട്ടൊക്കെ റെഡിയാക്കി സൂപ്പർമാൻ ആയിരിക്കുകയാണ് ഗൈസ്. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കാണിച്ചു തരാം ഗൈസ്. സെറ്റാണ് ഗൈസ്, നമുക്ക് പറക്കാനൊക്കെ പറ്റും ഗൈസ്. ഇനി പടിയുടെ താഴെ ഇറങ്ങണം ഗൈസ്. ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്, അയ്യോ ഗൈസ്, പെട്ടു ഗൈസ്. നമുക്ക് ഈ സീലിംഗ് പൊളിച്ചിറങ്ങാം. ലേസർ അങ്ങനെ നമ്മൾ സീലിംഗ് പൊളിച്ചിറങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ടും ആൾക്കാരെയൊക്കെ കൊന്നിട്ട് വരാം ഗൈസ്. ഇന്നലെ ഞാൻ അറിയാതെ വണ്ടിയിൽ പോയപ്പോൾ ഒരാളെ ഇടിച്ചു, അതിന് പോലീസ് വന്ന് ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കൊന്നു ഗൈസ്. അതിനെനിക്ക് നല്ല ദേഷ്യമുണ്ട് ഗൈസ്. ഈ കാറുകാരന്മാരൊക്കെ ഇന്നലെ റോഡിൽ കൂടി വന്ന ഒരാളെ ഇടിച്ചു, എന്നിട്ടും അവർക്കൊന്നും പറ്റില്ല. എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ കാറുകാരന്മാരെ ഇടിച്ചിട്ടിട്ട് നമുക്ക് പോലീസിനെ കൊല്ലാൻ പോകാം ഗൈസ്. ഗൈസ് ഞാൻ ഇന്നലെ ചുമ്മാ ഇടിച്ചെന്ന് പറഞ്ഞ് എന്നെ കൊന്നവനാണ് ഗൈസ് ആകുന്നത്. ഇവരെ ഇതിൽ ഒരാൾ മാത്രമേ ഒറിജിനലായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇവരെ കോപ്പിയാണ്. എല്ലാവരും ഒരേ ഒരു ഗൈസ് തെറിപ്പിച്ച് ഗൈസ്. ഈ ബൈക്കുകാരന്മാരെ അത്ര പ്രശ്നമൊന്നുമില്ല, എന്നാലും നമ്മൾ ചുമ്മാ നടക്കുന്നേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരാളടുത്ത് ബൈക്ക് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല ഗൈസ്. ഇവരൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം പോലീസിനെ കൊല്ലാം, എന്നിട്ട് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണവരെ കൊല്ലാം. ചിലപ്പോൾ നമ്മളെ പറ്റിയാണ് കംപ്ലൈൻറ്റ്. അവൻ ചത്തു, ഇതാ വരുന്ന അടുത്ത ആള്. നമ്മളിങ്ങനെ ആരെയും വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യമൊന്നുമില്ല, ചെറിയൊരു വഴി കൂടി നിങ്ങൾക്ക് എടുക്കാം. അതിൽ ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർക്കും ഇതറിയായിരിക്കും. ഇതറിയാമെന്നുള്ളവർ വീഡിയോയിലെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് നമ്മൾ എടുത്തതെന്ന് കാണിച്ചു തരാം. സാധാരണ നമ്മൾ RGS ടൂൾ എടുക്കുക, എന്നിട്ട് അതിൽ PM അതായത് പ്ലെയർ മോഡ് 11 എന്നടിക്കുമ്പോൾ നമുക്ക് ടിക്ക് കൊടുക്കാം. എന്നിട്ട് അവിടെ സൈഡിൽ കാണാൻ പറ്റും, ഇത് സൂപ്പർമാനിൻ്റെ ഒരു കോഡാണ് ഗൈസ്, PM11. അടുത്ത് പ്ലെയർ മോഡ് 10 അതായത് PM10 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൽക്കാവാൻ പറ്റും ഗൈസ്. പക്ഷേ അതിൻ്റെ സൈഡിൽ ബൾക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.